ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് സൗത്ത് ഫ്രാൻസിലെ ഒരു മനോഹര നഗരമായ മാർസലിലേക്കാണ്. മാർസ എയർപോർട്ടിൽ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ സെയിൻറ്റ് ജോൾസ് റെയിൽവേ സ്റ്റേഷനിലെത്താം. ഇത് നഗരത്തിൻ്റെ പ്രധാന റെയിൽവേ സ്റ്റേഷനാണ്. ഫ്രാൻസിലെ മറ്റ് നഗരങ്ങളിലേക്ക് ഇവിടുന്ന് ട്രെയിനുകൾ പുറപ്പെടുന്നുണ്ട്. ട്രെയിനും ട്രാമും ബസ്സും എല്ലാം ഒരു കുടക്കീഴിലുള്ള ഒരു ബിൽഡിംഗ് ആണിത്. നഗരത്തിൻ്റെ പ്രധാന ഗേറ്റ്വേ ആണിത്. ഇവിടെ നിന്ന് ട്രാം എടുത്ത് ഞങ്ങൾ നേരെ എത്തിയത് വ്യൂക്ക് സ്പോട്ടിലേക്കാണ്. ഇവിടെ എനിക്ക് മനോഹരമായ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഇവിടെ ആളുകൾ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണില്ലേ, അതുപോലെ തന്നെ ബാർഗെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ലതായിട്ട്. പക്ഷെ ഫ്രഞ്ചാണ്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് ഞാൻ ഈ മനോഹരമായ സ്ട്രീറ്റിലൂടെ ഒന്ന് നടന്നു. രാവിലെയാണ്, രാവിലെ 9 മണിക്ക് എത്തിയതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബ്രെഡ്, കോഫി അത് കഴിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഒരുപാട് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയും ആളുകൾ രാവിലെ കോഫി കുടിക്കാനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. ചെറിയ ചെറിയ തിരക്കുകളാണുള്ളത്. എല്ലാവരും ഒരു കോഫിയൊക്കെ വാങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുക എന്നുള്ളത് തന്നെ ഒരു രസമാണല്ലേ. അതിനുശേഷം ഞാൻ ദേ ഈ ഒരു ബേക്കറിയിലേക്ക് കയറി. ഇത് ബേക്കറി അല്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്ഥലമെന്ന് പറയാം. ഇവിടെ ഉള്ളത് ബ്രെഡുകളാണ്. ഞാനപ്പോൾ ഒരു ബ്രെഡും ഒരു കോഫിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല. ഇത് ഇവിടുത്തെ ഒരു മെയിൻ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസ് എന്തോ ആണ്. എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഒരു ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഒരു പാർക്ക് ഏരിയ ഉണ്ട്. വളരെ വിശാലമായ ഒരു പാർക്ക് ഏരിയ ആണ്. ആ ഒരു ബിൽഡിങ്ങിലുള്ള ആളുകൾക്കൊക്കെ അവിടെ വന്ന് നടക്കുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുമുള്ള പ്ലേ ഗ്രൗണ്ട് പോലെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ഇപ്പോഴും സമ്മറാണ്, ഓട്ടം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ വളരെ നല്ലതാണ്. ഒരുപാട് ടൂറിസ്റ്റുകളുമുണ്ട്. ഈ ഒരു ബിൽഡിംഗ് അറിയപ്പെടുന്നത് ഡയമണ്ട് ബിൽഡിംഗ് എന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ബിൽഡിംഗ് ആണിത്. ഫ്രഞ്ചിൽ ഇതിൻ്റെ പേര് മെയ്സൺ ദി ഉൻ മാൻഡെ എന്നാണ്. കല്ലുകൾ ഡയമണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. സമ്പന്ന വ്യാപാരികളുടെ വീടായിരുന്നു ഇത് പഴയ കാലത്ത്. ഇപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക് മോണുമെൻ്റ് ആയിട്ട് സംരക്ഷിക്കപ്പെടുന്നു. ഇത് ഒരു ചേർച്ചാണ്. ഓപ്പൺ അല്ല, വർക്കിങ്ങും ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ അതിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട്. നല്ല ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. മാതാവിൻ്റെ പേരിലുള്ള ചേർച്ചാണിത്. പിന്നീട് ഞാൻ വീണ്ടും
ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഇവിടെ മനോഹരമായ ചിത്രങ്ങൾ, പെയിൻറ്റിങ്ങുകൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ സ്ട്രീറ്റ് വളരെ മനോഹരമാണ്. വളരെ മനോഹരമായിട്ട് ആർട്ടിസ്റ്റുകൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് ചെറിയ ചെറിയ ടൈൽ പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിത്രപ്പണിയാണ്. സ്ട്രീറ്റുകളൊക്കെ മനോഹരമായിട്ടുണ്ട് കാണാനായിട്ട്. ഇത് ഒരു ഇറ്റലി വൈബൊക്കെ തരുന്ന ഒരു സ്ട്രീറ്റ് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒരുപാട് പെയിൻറ്റിങ്ങുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ വില 200 യൂറോയാണ്. അതുപോലെ ചിത്രത്തിൻ്റെ വിലകൾ ഇതിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും എന്തായാലും മേടിക്കുന്നില്ല, പക്ഷെ കാണാമല്ലോ. അങ്ങനെ കണ്ട് കണ്ട് ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. വീണ്ടും ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. con l'acqua di mare. Ecco la differenza tra il sapore di Marsiglia e di Ala. È stato un business ovviamente molto importante a Marsiglia. Nel momento più importante del sapore, ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളെയും അവരോടൊപ്പം ഗൈഡുകളെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കാണുന്നത് ഒരു ചാരിറ്റി സെൻ്ററാണ്. പഴയ കാലത്ത് ഒരു ചാരിറ്റി സെൻ്ററാണ്. ഒരു ഡോം കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ശില്പി എന്ന് പറയുന്നത് പിയർ എന്ന് പറയുന്ന ഒരാളാണ്. 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ കെട്ടിടം ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പോൾ പഴയ പോർട്ട് പ്രദേശത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് വാസസ്ഥലമായിട്ടാണ് ഈ ഒരു സെൻറ്റർ ഉപയോഗപ്പെട്ടത്. ഇവിടെ എൻട്രി ഫീസൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഫീസൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ 2-ാം നിലയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണിത്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്ലേസാണിത്. ഇവിടെ ആളുകൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇത് ആ ഒരു ഇതിൻ്റെ അവിടെയുള്ള ഒരു ഇൻസ്റ്റാളേഷനാണ്. ഇവിടുത്തെ വീടുകളിലേക്കൊക്കെ ഒന്ന് ഞാൻ നടന്നു നോക്കി. എല്ലായിടത്തും ഗ്രില്ലുകൾ കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ കള്ളന്മാരെ പേടിച്ചിട്ടാകാം, അല്ലെങ്കിൽ അത്ര ബലമൊന്നും ഇല്ലാത്തത് കൊണ്ടുമാകാം ഇങ്ങനെയൊരു കൺസ്ട്രക്ഷൻ ചെയ്തു വെച്ചിരിക്കുന്നത്, അറിയില്ല. വീണ്ടും നടക്കുകയാണ്. ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്നത് വളരെ രസമാണ്. കാരണം എല്ലായിടത്തും ഇതുപോലുള്ള പെയിൻറ്റിങ്സും ഇതുപോലെയുള്ള ആർട്സും ഒക്കെ കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമാണ്. നല്ല ക്ലൈമറ്റുമാണ് നടക്കാനായിട്ട്. സത്യത്തിൽ എനിക്ക് നല്ലതായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു മേജർ കത്തീഡ്രലാണ്. 17-ാം നൂറ്റാണ്ട് മുതൽ ഇത് പ്രവർത്തനത്തിലുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ കത്തീഡ്രൽ. എന്നാൽ 11-12 നൂറ്റാണ്ടുകളിൽ ഇത് പല ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ടു. എന്നിട്ട് പുനർനിർമ്മിക്കപ്പെട്ടതാണ്. ഒരു റോമൻസ് ബൈസാൻഡിയൻ ശൈലിയിലുള്ള ഒരു നിർമ്മാണമാണിത്. അതുപോലെ തന്നെ വെനീസ്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ശില്പങ്ങൾ ഇതിലുണ്ട്. മൊസൈക്ക്, മാർബിൾ എന്നിവ കൊണ്ടാണ് ഈ ഒരു കെട്ടിടം, ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത്.
പക്ഷേ ഇവിടെ വിസിറ്റേഴ്സ് ഇപ്പോൾ അലൗഡ് അല്ല. ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അതായത് യൂറോപ്പിലെ മിക്ക പള്ളികളിലും ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം എല്ലാ പള്ളികളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടെ കുർബാന നടക്കുമ്പോൾ നമുക്ക് അവിടേക്ക് കയറാനായിട്ട് അവർ സമ്മതിക്കില്ല. അവിടെ ഒരു വോളണ്ടിയർ നിൽക്കുന്നുണ്ടാവും. അവർ നമ്മളെ അകത്തേക്ക് കയറ്റി വിടില്ല. ഈ ഒരു കാര്യം എനിക്ക് മുൻപേ അറിയാവുന്നത് കൊണ്ട് തന്നെ എൻ്റെ ബാഗും തൂക്കി ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അവർ കയറ്റി വിടില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് കുറച്ചു നേരം അവിടെ നിന്നു. Elle nous enseigne que la vraie réforme commence dans le cœur. Elle écrivait et notre belle phrase que rien n'était troublant, que rien n'était frais. Dieu seul suffit. Voilà la belle phrase de Sainte Thérèse d'Avila. Cette paix intérieure, cette confiance absolue en Dieu, elle l'a cultivée dans l'oraison, dans le silence et dans l'unité. Aujourd'hui, chers frères et sœurs, ces textes nous invitent à un examen de conscience. Sommes-nous cohérents entre ce que nous croyons et ce que nous vivons quotidiennement? Notre foi est-elle une façade? പള്ളി മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ഒരു കടലിൻ്റെ ഒരു ഫീലൊക്കെ, അക്വേറിയത്തിൻ്റെ ഫീലാണ് നമുക്ക് തരുന്നത് ആ ഒരു അലങ്കാരങ്ങളൊക്കെ. അതിനുശേഷം ഞാൻ വീണ്ടും പുറത്തേക്ക് നടന്നു. ഇതാണ് ആ ഒരു ചർച്ച്. ചർച്ചിൻ്റെ മുൻഭാഗമാണിത്. അവിടെ ഒരു അപ്പൂപ്പൻ തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച് ഇരിക്കുന്നുണ്ട്. ഹലോ. ദൂരെ നിന്നുള്ള പള്ളിയുടെ വ്യൂ ആണിത്. മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കത്തീഡ്രൽ. ടൂറിസ്റ്റ് കപ്പലുകൾ അവിടെ കാണാനായിട്ട് സാധിക്കും. വീണ്ടും നടക്കുകയാണ്. ഇത് ഒരു മെഡിറ്ററേനിയൻ മ്യൂസിയമാണ്. മെഡിറ്ററേനിയൻ്റെ പാരമ്പര്യവും അവിടുത്തെ ശില്പങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ പെയിൻറ്റിങ്ങുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മ്യൂസിയമാണ്. വളരെ മനോഹരമായ ഒരു മ്യൂസിയം. ഈ ശില്പങ്ങളൊക്കെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്നും അതിൻ്റെ തിരഞ്ഞെടുത്ത ആളുകൾ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന വീഡിയോകളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പല പല രൂപത്തിലുള്ള നക്ഷത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പിന്നീട് നക്ഷത്രങ്ങൾ വെച്ചുള്ള ഒരു ഗ്ലോബും അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നല്ല ഒരു മ്യൂസിയമാണ് ഇത്. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നടക്കുകയാണ്. ഇതുപോലെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, ഒരു ഫോർട്ട് ഉണ്ട്. ഇതൊരു ചർച്ചാണ്. ഇത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്വർണ്ണ വർണ്ണങ്ങളോടുള്ള കൊത്തുപണികളോട് കൂടിയ ഒരു ചർച്ച്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുർബാനകൾ അല്ലെങ്കിൽ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ വിസിറ്റേഴ്സ് ഇവിടെ അലൗഡാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇത് ആ ഒരു ചർച്ചിൻ്റെ മുകൾ ഭാഗമാണ്. അവിടെ നിന്ന് നോക്കിയാൽ ഈ സിറ്റി മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
നല്ല മനോഹരമായൊരു വ്യൂ ആണിത്. ഇവിടെ നിന്ന് ഫോട്ടോകൾ എടുക്കാനും നല്ല രസമുള്ള ഒരു സ്ഥലം. സമയം ഇപ്പോൾ 6 മണിയായിരിക്കുന്നു. ഇത് ക്ലോസ് ചെയ്യാനുള്ള ടൈമായി. സന്ദർശകരോട് പിരിഞ്ഞു പോകാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഞാനും ഇന്നത്തെ യാത്ര മതിയാക്കി തിരികെ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.